മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. ആചാരപരമായ ചടങ്ങുകളോടെയും അനുഷ്ഠാനങ്ങളോടുകൂടിയുമാണ് യാത്ര പുരോഗമിക്കുന്നത്. ഗോകുൽ രമേശിലേക്ക്. ഗോകുൽ, കാടും മേടും താണ്ടി 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ശരംകുത്തിയിൽ എത്തുന്ന തരത്തിലാണ് യാത്ര. തുടർന്നങ്ങോട്ടുള്ള സ്വീകരണം ഏത് രീതിയിലായിരിക്കും? ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന തിരുവാഭരണങ്ങളടങ്ങിയ പ്രധാന പേടകം മാത്രമല്ലേ ശ്രീകോവിലിന് മുന്നിലേക്ക് ആനയിക്കുകയുള്ളൂ? മറ്റ് പേടകങ്ങൾ എങ്ങനെയാണ് അത് വിന്യസിക്കുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒന്നാമത്തെ പേടകം മാത്രമാണ് ശബരിമല ശ്രീകോവിലേക്ക് എത്തുന്നത്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അയ്യപ്പന് വേണ്ടിയിട്ടുള്ള ആഭരണങ്ങളാണ്, തിരുവാഭരണങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് 2 പേടകങ്ങൾ നേരെ പോകുന്നത് മണിമണ്ഡപത്തിലേക്കാണ്. മണിമണ്ഡപത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് മറ്റ് 2 പേടകങ്ങളിലുള്ള വസ്തുക്കൾ. രണ്ടാമത്തെ പേടകത്തിൽ അവിടെയുള്ള പൂജാ പാത്രങ്ങളാണ്, വെള്ളി കെട്ടിയ ശംഖ്, അതോടൊപ്പം തന്നെ പൂജാ പാത്രങ്ങൾ ഉൾപ്പെടെയാണ് രണ്ടാമത്തെ പേടകത്തിലുള്ളത്. മൂന്നാമത്തെ പേടകത്തിൽ കൊടിക്കൂറകളാണ്. അതും ഈ മണിമണ്ഡപത്തിൽ നിന്നും 20-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പ് ചടങ്ങുകളുണ്ട്. ആ എഴുന്നള്ളിപ്പ് ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള കൊടിക്കൂറകളാണ് മൂന്നാമത്തെ പേടകത്തിലുള്ളത്. 2ഉം 3ഉം പേടകങ്ങൾ നേരെ പോകുന്നത് മണിമണ്ഡപത്തിലേക്കാണ്. മകരവിളക്കിന് ശേഷം ശബരിമലയിൽ മണിമണ്ഡപം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആചാരങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും നടക്കുന്നുണ്ടാവുക. അത് പരമ്പരാഗതമായിട്ട് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഉള്ള ജനവിഭാഗമുണ്ട്. അത് പല സമുദായങ്ങളിൽ നിന്നുള്ള വിഭാഗക്കാരാണ്. അതായത് കളമെഴുത്തും പാട്ടും നടത്തുന്നതിന് വേണ്ടി അവകാശപ്പെട്ട വിഭാഗക്കാരുണ്ട്. എഴുന്നള്ളിപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുള്ള ആളുകളുണ്ട്. ഒപ്പം അവിടെ ഗുരുതി ചടങ്ങുകളടക്കം നടത്തുന്ന ുള്ള സമുദായക്കാരുണ്ട്. അങ്ങനെ പലവിധ ആളുകൾക്കാണ് ഇനി ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നടപ്പാക്കുവാനായിട്ട് പരമ്പരാഗതമായിട്ട് അവകാശമുള്ളത്. അവരുടെ നേതൃത്വത്തിലായിരിക്കും മകരവിളക്കിന് ശേഷമുള്ള പൂജകളും ചടങ്ങുകളും ഒക്കെ ശബരിമലയിൽ നടക്കുന്നുണ്ടാവുക. 20-ാം തീയതി 19-ന് വൈകിട്ട് മാളികപ്പുറത്ത് ഗുരുതി ചടങ്ങുകൾ നടക്കുന്നതോടുകൂടി ഔദ്യോഗികമായിട്ടുള്ള പൂജ, ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ, പൂജകളെല്ലാം പൂർത്തിയാകും. പിന്നീട് 20-ന് രാവിലെ ഉള്ള ഈ പിതാവും അതായത് അയ്യപ്പനും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച എന്നുള്ള ഒരു ചടങ്ങ് മാത്രമാണ് അവശേഷിക്കുക. 20-ന് രാവിലെ നമുക്കറിയാം, അത് മകനും അച്ഛനും മാത്രമായിട്ടുള്ളൊരു നിമിഷങ്ങളാണ് ആ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ആ സമയത്ത് ക്ഷേത്ര ശ്രീകോവിലിൻ്റെ ഭാഗത്തേക്ക് മറ്റാർക്കും തന്നെ പ്രവേശനം ഉണ്ടാവുകയില്ല. മകനോട് യാത്ര പറഞ്ഞ് അച്ഛൻ തിരികെ മലയിറങ്ങുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലുള്ള സങ്കല്പമാണ്, ഒരു ചടങ്ങാണ് ആ ചടങ്ങെന്ന് പറയുന്നത്. അച്ഛൻ 18-ാം പടി ഇറങ്ങി അതിനുശേഷം താക്കോൽ കൂട്ടം തിരികെ ക്ഷേത്ര മേൽശാന്തിയെ ഏൽപ്പിക്കുന്നതോടുകൂടി 1 വർഷം നീണ്ടു നിന്ന ചടങ്ങുകൾക്കെല്ലാം തന്നെ പരിസമാപ്തിയാവുകയും ചെയ്യും. അങ്ങനെ ശബരിമലയിൽ ഏറ്റവും ഭാരതത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നുമില്ലാത്ത രീതിയിലുള്ള ശബരിമലയ്ക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ആ ചടങ്ങുകൾ, അതിൽ പലതും ഗോത്ര വംശവുമായിട്ടൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആചാരങ്ങളാണ്. ഗോത്ര ആചാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പലവിധ ആചാരങ്ങൾ ശബരിമലയിൽ ഇനി നടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഇനി വരുന്ന ദിവസങ്ങൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതിലേറ്റവും പ്രധാനമാണ് മകരവിളക്കെന്ന് പറയുന്നത്. നമുക്കറിയാം, 14-ന് വൈകുന്നേരമാണ് മകരവിളക്ക് ദർശനം നടത്തുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടു പോയിട്ടുള്ള ഈ തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിൽ ചേരുന്ന അന്ന് വൈകിട്ടാണ് മകരജ്യോതി ദർശനം ഉണ്ടാവുക. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. അങ്ങനെ ആ മകരജ്യോതി ദർശനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ശബരിമലയിൽ. അതുമാത്രമല്ല, വലിയ ഭക്തജനത്തിരക്ക് ഈ അവസാന ദിവസങ്ങളിൽ, മകരവിളക്കിന് അടുക്കുന്ന അവസാന ദിവസങ്ങളിൽ വലിയ ഭക്തജനത്തിരക്ക് സന്നിധാനത്തടക്കം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിദിനം 1 ലക്ഷത്തിൽ ശബരിമലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, പല ആളുകളും ഇപ്പോഴേ പർണശാലകൾ കെട്ടിക്കൊണ്ട് ഈ മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് സന്നിധാനത്തിൻ്റെയും ശബരിമലയുടെ പല ഭാഗങ്ങളിലുമൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പർണശാലകൾ കെട്ടി മകരജ്യോതി ദർശനത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. അവർ അങ്ങനെയാണ് എല്ലാ വർഷവും അങ്ങനെ തന്നെ എത്തുന്ന കുറേ തീർത്ഥാടകരുണ്ട്. അവിടെ എത്തി അവിടെ തന്നെ താമസിച്ച്, ദിവസങ്ങളോളം താമസിച്ച് അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് അവിടെ തന്നെ താമസിച്ച് മകരജ്യോതി കൂടി ദർശിച്ചിട്ട് ആ മലയിറങ്ങുന്ന നിരവധിയായിട്ടുള്ള ഭക്തരുണ്ട്. അങ്ങനെ ഈ വർഷവും അതിൻ്റെ സമാനമായിട്ടുള്ള കാഴ്ചകൾ ശബരിമലയിൽ നിന്നൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം അതൊക്കെ കണക്കാക്കി ഈ തിരുവാഭരണ പേടകങ്ങളോടൊപ്പം ശബരിമലയിലേക്ക് കെട്ടി യാത്രയാകുന്ന നിരവധി ഭക്തരും ഉണ്ട്. അങ്ങനെ ശബരിമല തീർത്ഥാടകരെ, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യദിനങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ആ ദിനങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ ഔദ്യോഗിക തലത്തിൽ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ
ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതുകൂടി പറയേണ്ടതായിട്ടുണ്ട്. പോലീസിൻ്റെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സുരക്ഷ ഒരുക്കുന്നത്. പ്രത്യേകിച്ച് കാനനപാത വഴി അടക്കം ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ ആ പാതയുടെ സുരക്ഷയൊക്കെ നേരത്തെ തന്നെ അധികൃതരുടെ നേതൃത്വത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ തിരുവാഭരണ പേടകത്തെ സുരക്ഷാ സൈനികർ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു DYSP ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പൂർണ്ണ സമയവും ഇതിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഈ ഘോഷയാത്രയോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം അനുഗമിക്കുന്നത്. ആ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒപ്പം ദേവസ്വം ബോർഡിൻ്റെയും മറ്റ് ഭക്തജന സംഘടനകളുടെയും ഒപ്പം പന്തളം കൊട്ടാരം നിർവാഹക സംഘത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളും ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി ഈ പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര അത് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തായാലും 3 ദിവസം നിലയ്ക്കാത്ത യാത്രയാണ്. രാത്രി സമയത്ത് മാത്രമാണ് വിശ്രമമുള്ളത്. അതിനുശേഷം വീണ്ടും പുലർച്ചയോടുകൂടി വീണ്ടും യാത്രകൾ ആരംഭിക്കും. കാടും മേടും താണ്ടിയുള്ള യാത്രയാണ്, കല്ലും മുള്ളും താണ്ടിയിട്ടുള്ള യാത്രയാണ്. അത് 14 വൈകിട്ടാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നത്. ശബരിമല ക്ഷേത്രത്തിൽ 14 വൈകിട്ടാണ് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മകരജ്യോതി ദർശനം എന്നുള്ള സുലഭ നിമിഷമാണ് അതിനുശേഷം ശബരിമലയിൽ നടക്കുന്നത്. അതിനുശേഷം മകരവിളക്ക് പൂജകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അന്ന് വൈകിട്ട് ഹരിവരാസനമ്പാടി നടയടയ്ക്കും. പിന്നീട് 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കൂടി ശബരിമല ക്ഷേത്രനട തുറന്നിരിക്കും. ആ ദിവസങ്ങളിൽ മാളികപ്പുറവും മണിമണ്ഡപവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നുണ്ടാവുക. മുമ്പ് സൂചിപ്പിച്ചതുപോലെ എഴുന്നള്ളിപ്പടക്കമുള്ള ചടങ്ങുകളുണ്ട്, കളമെഴുത്ത് പാട്ടടക്കമുള്ള ചടങ്ങുകളുണ്ട്. അതിനുശേഷം 20-ന് രാവിലെ രാജപ്രതിനിധി തൊഴുതിറങ്ങുന്നതോടുകൂടി ശബരിമല ക്ഷേത്ര നട അടയ്ക്കും. അങ്ങനെ ഈ 41 ദിവസം നീണ്ടു നിന്ന മണ്ഡലകാലവും അതിനുശേഷമുണ്ടായിരുന്ന മകരവിളക്ക് കാലവും പരിസമാപ്തിയാവുകയാണ്. പിന്നീട് മാസപൂജകൾക്ക് വേണ്ടി അടുത്ത മലയാള മാസമായിരിക്കും ശബരിമല ക്ഷേത്ര നട തുറക്കുന്നുണ്ടാവുക. അങ്ങനെ ചടങ്ങുകൾ ആചാരപരമായിട്ടും ആധ്യാത്മികപരമായിട്ടുമുള്ള ചടങ്ങുകളൊക്കെ ശബരിമലയിൽ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ ഈ വർഷവും പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര പുരോഗമിക്കുന്നത്. ശരി ഗോകുൽ, മിഥുൻ മുരളിയിലേക്ക് കൂടി പോകുകയാണ്. മിഥുൻ, ഭക്തിസാന്ദ്രമായി തിരുവാഭരണ ഘോഷയാത്ര പുരോഗമിക്കുന്നു. ഇന്ന് രാത്രി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലും നാളെ ലാഹ സത്രത്തിലുമാണ് തിരുവാഭരണ ഘോഷയാത്ര തങ്ങുക. ഘോഷയാത്ര ആരംഭിച്ചതു മുതൽ ഭക്തജന പ്രവാഹവും നമ്മൾ കണ്ടതാണ്. തിരുവാഭരണം കാണുന്നതിനായി ഒരു നോക്ക് കാണുന്നതിനായും അത് തൊഴുത് കണ്ടു മടങ്ങുന്നതിനുമായിട്ടൊക്കെ ആയിരക്കണക്കിന് പേരാണ് ഈ പ്രത്യേക പാതയിലുടനീളം യാത്രയെ അനുഗമിക്കുന്നത്. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. ഈ പാതയുടെ സജ്ജീകരണമൊക്കെ എപ്രകാരമാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? രോഹിണി, ഈ അല്പസമയം മുൻപ് ആദ്യത്തെ സ്വീകരണം ഏറ്റുവാങ്ങി ഘോഷയാത്ര പന്തളത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. മണികണ്ഠൻ ആൽത്തറയിലായിരുന്നു ആദ്യത്തെ സ്വീകരണം ഉണ്ടായിരുന്നത്. ഇവിടുന്ന് ഘോഷയാത്ര സ്വീകരണം ഏറ്റുവാങ്ങി പുറത്തേക്ക് പുറപ്പെട്ടു. മറ്റു ഇടങ്ങളിലേക്ക് ഇനിയുള്ളത് അടുത്ത നിമിഷം തന്നെ അടുത്ത ഭാഗങ്ങളിലുള്ള സ്വീകരണങ്ങളിലേക്ക് പുറപ്പെടുകയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഉച്ചയ്ക്ക് 1:30 വരെ ഈ പ്രയാണം ഉള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്തെ മേയർ VV രാജേഷ് ചേരുന്നുണ്ട്. ഈ പന്തളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും തിരുവാഭരണ ഘോഷയാത്രാ സംഘ സ്വീകരണത്തിലുമെല്ലാം പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ജനം TVയോടൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരം മേയർ VV രാജേഷ് ഇപ്പോൾ പന്തളത്തുണ്ട്. അദ്ദേഹം ഇവിടെ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനും മറ്റ് ചടങ്ങുകളിലുമൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി പന്തളത്തേക്ക് എത്തിയതാണ്. പന്തളത്തിന്റെ പുണ്യഭൂമിയിലേക്ക് അങ്ങ് മേയറായ സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം എത്തുകയാണ്. ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ദിവസമാണ്. എങ്ങനെയുണ്ടായിരുന്ന അനുഭവമൊക്കെ? സത്യത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിൽ ഒന്നാണിത്. കാരണം ചാർജ് ഏറ്റെടുത്ത് 20 ദിവസം തികയുന്നതിന് മുൻപ് തന്നെ പന്തളത്തെത്തി തിരുവാഭരണം തൊഴാൻ വേണ്ടി സാധിച്ചു. ഇവിടുത്തെ ഉള്ള ഉപദേശ സമിതിയുടെ ക്ഷണമനുസരിച്ചാണ് വരാൻ സാധിച്ചത്. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന തിരുവനന്തപുരം നഗരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം, തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നാക്കി മാറ്റുക എന്നുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നുണ്ട്. ആ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അതിൻ്റെ ആ ഒരു പുണ്യമുഹൂർത്തമായാണ് ഞാനിതിനെ കാണുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. വലിയ ഒരു ധർമ്മയാത്രയുടെ ഭാഗമാകും കൂടി ആകേണ്ട ഒരു സമയം കൂടിയാണ്. അതെ, ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ധാർമ്മിക പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ധർമ്മയാത്രയുടെ തുടക്കമാണ് ഇന്നിവിടെ നിന്ന് കുറിച്ചിരിക്കുന്നത്. ഞാൻ സന്നിധാനത്തേക്ക് 16-ാം തീയതി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെ പന്തളത്ത് തന്നെ ക്ഷണിച്ചതനുസരിച്ച് ഇവിടെ വരാൻ സാധിച്ചതിൽ അങ്ങേറ്റം തന്നെ സന്തോഷമുണ്ട്. മകരസംക്രമ ദിവസം ഒരു വലിയൊരു ആഹ്വാനമൊക്കെ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ദിവസമൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വന്നുപോയി. പ്രധാനമന്ത്രിയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
അതിലൊക്കെ തന്നെ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന് വളരെ വലിയ മുന്നോട്ടം ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ തിരുവനന്തപുരത്തിന് വളരെ വലിയൊരു പുതിയ ഒരു പുത്തൻ ഉണർവ് ലഭിക്കും. തിരുവനന്തപുരം മേയർ സ്ഥാനം BJP ഏറ്റെടുത്തതിന് ശേഷം ആ ഒരു പ്രയാണത്തിന് ധർമ്മയാത്രയ്ക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടിക്കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മേയർ പന്തളത്തേക്ക് എത്തുകയും പന്തളം തിരുവാഭരണ ഘോഷയാത്രയിലൊക്കെ സ്വീകരണത്തിലുമൊക്കെ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ഇവിടെ സാന്നിധ്യമുണ്ട് എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട്. അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു. ആ ധർമ്മയാത്ര ആ സനാതന ധർമ്മ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ യാത്ര, അതിന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വലിയ തിരക്ക്. ഘോഷയാത്ര പുറപ്പെട്ടതിന് ശേഷവും ഈ സമയവും വലിയ തിരക്ക് പന്തളത്ത് അനുഭവപ്പെടുന്നു. രാവിലെ മുതൽ അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കാണ് പന്തളം പരിസര ഭാഗങ്ങളിലും പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും കൊട്ടാരത്തിലും എല്ലാം അനുഭവപ്പെടുന്നത്. കാരണം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അയ്യൻ്റെ തിരുവാഭരണം ദർശിക്കുക, ശബരിമല സന്നിധാനത്തേക്ക് എത്താൻ കഴിയാത്ത ഭക്തജനങ്ങൾ ഒരുപാടുണ്ട്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി അവർ അയ്യൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ പന്തളത്തേക്ക് എത്തുന്നു. പന്തളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു, അയ്യൻ്റെ തിരുവാഭരണം ദർശിക്കുന്നു. അങ്ങനെ ശബരിമല തീർത്ഥാടകർ മാത്രമല്ല, നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ പന്തളത്തേക്ക് രാവിലെ മുതൽ എത്തുന്നുണ്ടായിരുന്നു. ശബരിമല തീർത്ഥാടകരുടെ വലിയ തിരക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമെല്ലാം പന്തളത്ത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെയും എല്ലാം വലിയ തിരക്ക് പന്തളത്ത് ഈ മണിക്കൂറുകളിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ മണികണ്ഠൻ ആൽത്തറയിൽ നിന്നും ഘോഷയാത്ര സ്വീകരണങ്ങൾ ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങി ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഘോഷയാത്ര എത്തിച്ചേരുക കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ കുളനട ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തും. 3 മണിക്ക് ഉള്ളന്നൂർ ഭദ്രാദേവി ക്ഷേത്രത്തിലേക്ക് എത്തും. 3:20 പറയങ്കര ഗുരുമന്ദിരത്തിലേക്ക് എത്തും. 3:30 കുറിയാനിപ്പള്ളി ദേവീക്ഷേത്രത്തിലെത്തും. കാവുമ്പടി ക്ഷേത്രത്തിൽ വൈകിട്ട് 4 മണിക്ക് കിടങ്ങന്നൂർ ജംഗ്ഷനിൽ 4:30 എത്തും. നാൽക്കാലിക്കൽ സ്കൂൾ ജംഗ്ഷനിൽ വൈകിട്ട് 5 മണിക്ക് ആറന്മുള കിഴക്കേ നടയിൽ 5:30, പൊന്നുംതോട്ടം ക്ഷേത്രത്തിൽ 5:45, പാമ്പാടിമണ്ണ് 7 മണി, ചെറുകൽപ്പുഴ ക്ഷേത്രത്തിൽ 8:30 എത്തും. അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ഇന്ന് രാത്രി 9:30 എത്തുന്നതോടുകൂടിയാണ് ഇന്നത്തെ രാത്രി വിശ്രമം അവിടെയാണ്. അങ്ങനെ ഇന്നത്തെ പ്രയാണം രാത്രി 9:30 അവസാനിക്കുമ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക. മുൻ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു വർഷം കാത്തിരുന്നുകൊണ്ട് അയ്യൻ്റെ തിരുവാഭരണം ദർശിക്കുന്നതിനും തിരുവാഭരണ പേടകത്തിൽ ഒന്ന് വണങ്ങുന്നതിനും ഒന്ന് വന്ദിക്കുന്നതിനും ഒക്കെ ആയിട്ട് എത്രയോ ലക്ഷം ഭക്തജനങ്ങളാണ് ഓരോ ഇടവും ഈ സ്വീകരണം നൽകുന്ന ഓരോ ഇടവും കാത്തു നിൽക്കുന്നത്. അത് തദ്ദേശീയർ മാത്രമല്ല, പത്തനംതിട്ടയിൽ നിന്നും പന്തളത്തു നിന്നുമൊക്കെയുള്ള ആളുകൾ മാത്രമല്ല, നാടിൻ്റെ കേരളത്തിൻ്റെയും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സ്വീകരണങ്ങൾ നൽകുന്ന വിവിധ ഇടങ്ങളിലേക്ക് ആളുകൾ ഭക്തജനങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ പ്രത്യേകത. ഓരോ വർഷത്തെയും ഒരു വർഷത്തെ കാത്തിരിപ്പ്. കഴിഞ്ഞ വർഷം തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ട് സന്നിധാനത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ മുതൽ ആ ഒരു ദിവസം മുതൽ ഈ ഒരു വർഷം ഭക്തജനങ്ങളെല്ലാം തന്നെ കാത്തു നിൽക്കുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി. 3 ദിവസത്തെ പ്രയാണത്തിന് വേണ്ടി തങ്ങളുടെ സ്ഥലത്തു കൂടി, തങ്ങളുടെ പ്രദേശത്തു കൂടി ഈ ഘോഷയാത്ര എത്തുമ്പോൾ ആ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനും വണങ്ങുന്നതിനും വന്ദിക്കുന്നതിനും പുഷ്പവൃഷ്ടി നടത്തുന്നതിനും നിലവിളക്കിൻ്റെയും നിറപറയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ആ ഘോഷയാത്രയെ അയ്യൻ്റെ തിരുവാഭരണ പേടകത്തെ വന്ദിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് എല്ലാ വർഷവും അനുഭവപ്പെടുന്നു. ഈ വർഷവും അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കാണ് പന്തളം മുതൽ ഇനിയുള്ള തിരുവാഭരണ പാതകളിലെല്ലാം അനുഭവപ്പെടുന്ന എന്നുള്ളതാണ്. 11 ഇടത്താണ് തിരുവാഭരണ പെട്ടി തുറന്നു വെച്ചുകൊണ്ടുള്ള ദർശന സൗകര്യം ഭക്തജനങ്ങൾക്ക് ഉള്ളത്. ആ കുളനട ഭഗവതി ക്ഷേത്രം, ഉള്ളന്നൂർ ദേവീക്ഷേത്രം, കുറിയാനപ്പള്ളി ദേവീക്ഷേത്രം, പാമ്പാടിമൺ അയ്യപ്പ ക്ഷേത്രം, അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രം, തിരുവാഭരണപ്പാറ, ഇടക്കുളം അയ്യപ്പ ക്ഷേത്രം, വടശ്ശേരിക്കര ചെറുകാവ് ദേവീക്ഷേത്രം, പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം, കൊട്ടാരത്തിൽ രാജരാജേശ്വരി മണ്ഡപം, ഡാഹ വനംവകുപ്പ് സത്രം. ഇങ്ങനെ 3 ദിവസങ്ങളിലായി തുടരുന്ന പ്രയാണത്തിൽ ഈ 11 ഇടങ്ങളിലാണ് തിരുവാഭരണ പെട്ടി തുറന്നു വെച്ചുകൊണ്ടുള്ള ദർശന സൗകര്യം ഭക്തജനങ്ങൾക്ക് ഉണ്ടാവുക. ഈ 11 ഇടത്തും വലിയ തിരക്ക് ഉണ്ടാകും. ഭക്തജനങ്ങളെല്ലാം ദിവസങ്ങളോളം മണിക്കൂറുകളോളം കാത്തു നിൽക്കും. അങ്ങനെ കാത്തുനിന്ന് ആ ദർശന സൗഭാഗ്യം നേടിയതിനു ശേഷമാണ് ഭക്തജനങ്ങൾ ഈ ഒരു ദിവസത്തെ ഈ ഒരു സ്വീകരണത്തെ വരവേക്കുക എന്നുള്ളതാണ്. പന്തളം രാജപ്രതിനിധിയായി ഘോഷയാത്രയെ നയിക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ പുണർതന്നാൾ PN നാരായണവർമ്മ. അദ്ദേഹം ഉടവാളേന്തി ഈ ഘോഷയാത്രയെ നയിക്കുന്ന ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് ആ പുണ്യ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പന്തളം വലിയ തമ്പുരാന്റെ പ്രതിനിധി പല്ലക്കിലേറി യാത്ര നടത്തുകയാണ്. ഇപ്പോൾ ഘോഷയാത്രയ്ക്കൊപ്പമുള്ള അദ്ദേഹം പമ്പയിലെ രാജമണ്ഡപത്തിലെത്തി ഈ ഘോഷയാത്ര പമ്പയിലെത്തുമ്പോൾ ഭക്തരെ അനുഗ്രഹിക്കും. 3-ാം ദിവസം മല കയറി 18-ന് കൊട്ടാരം വക കളഭാഭിഷേകം, 19-ന് ഗുരുതി, രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രത്യേക ഗുരുതി ഉണ്ടാകും. ഇതൊക്കെയാണ് ഈ ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പൂജകൾ, ചടങ്ങുകൾ. രാത്രി 20-ാം തീയതി രാവിലെ 6:30 നടയടച്ച് പന്തളം രാജപ്രതിനിധി ദർശനം നടത്തി മലയിറങ്ങുന്നതോടുകൂടി ഈ വർഷത്തെ തീർത്ഥാടനത്തിനും സമാപനമാകും. പിന്നീട് തിരുവാഭരണ പേടകവാഹക സംഘത്തിൻ്റെ മലയിറക്കവും ഇതോടുകൂടി ഉണ്ടാകും. എന്തായാലും ഗുരുസ്വാമിയായി ഇക്കുറി നിയോഗം മരുതമന KN ശിവൻകുട്ടിക്കാണ്. 40 വർഷമായി സംഘത്തിലുണ്ടായിരുന്ന അദ്ദേഹം ഇത്തവണ ഗുരുസ്വാമിയായി പേടകവാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട പേടകനായി ഇത്തവണ ചുമതല ഏറ്റു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും
പന്തളം രാജാവ് അയ്യപ്പസ്വാമിക്ക് തൻ്റെ വളർത്തച്ഛൻ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച ആ പേടകങ്ങൾ, ആ തിരുവാഭരണങ്ങൾ 3 പെട്ടികൾ, അത് പന്തളത്ത് നിന്നും, പന്തളത്തിൻ്റെ പുണ്യഭൂമിയിൽ നിന്നും മണികണ്ഠസ്വാമിയുടെ കാൽപാദം പതിഞ്ഞ ശരി. മണികണ്ഠസ്വാമിയുടെ ബാല്യകാല ഓർമ്മകൾ സ്മരിക്കപ്പെടുന്ന ഈ ഭൂമിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്നും മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. മൂന്ന് ശരി മിഥുൻ, പെട്ടികളിലായിട്ടുള്ള മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. സന്നിധാനത്തേക്ക് ഭക്തി സാന്ദ്രമായ ചടങ്ങുകളും ഘോഷയാത്രയുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികളായ ഗോകുൽ രമേശും മിഥുൻ മുരളിയുമാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.